വേണ്ട ഉണ്ണി, നിന്റെ മുത്തശ്ശി ചിലപ്പോ ദേഷ്യപ്പെടും. അത് സാരമില്ല മുത്തശ്ശ, ഞാൻ ചെറിയ കുട്ടിയല്ലേ. മുത്തശ്ശി വഴക്ക് പറഞ്ഞാലും ഒന്നും തോന്നില്ല. അമ്മയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ ഉണ്ണി മുറിയിലേക്ക് പോയിരിക്കുകയാണ്. ആ ഉണ്ണി എന്നല്ല, സാക്ഷാൽ ബ്രഹ്മാവ് വന്ന് വിളിച്ചാ പോലും നിന്റെ അമ്മ ഇറങ്ങി വരില്ലടി. മുത്തശ്ശി, എല്ലാരും മുത്തശ്ശി വരാൻ വേണ്ടി അവിടെ കാത്തിരിക്കുക. എഴുന്നേറ്റ് കഴിക്കാൻ വാ മുത്തശ്ശി. ഞാൻ വരുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞതല്ലേ? പറഞ്ഞു, പക്ഷേ രാവിലെ മുതൽ മുത്തശ്ശി ഒന്നും കഴിക്കാതിരിക്കായിരുന്നില്ലേ? മുത്തശ്ശി ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ മുത്തശ്ശി മാത്രമല്ല, എല്ലാരും അവിടെ വിശന്നിരിക്കുക. വിശന്നിരിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. വിശക്കുന്നവരൊക്കെ ആഹാരം കഴിച്ചോളണം. മുത്തശ്ശി ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാ മുത്തശ്ശി ഭക്ഷണം കഴിക്കുന്നേ? എന്നെ ശല്യം ചെയ്യാതെ ഉണ്ണി, ഇവിടുന്ന് പോ. മുത്തശ്ശിയെ ഞാൻ അങ്ങനെ ശല്യപ്പെടുത്തൊന്നുമില്ല മുത്തശ്ശി. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പൊക്കോളാം. മുത്തശ്ശൻ പ്രായം കൊണ്ട് മുതിർന്ന ആളാ. വിശന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. ഭാസ്കർ വല്യച്ഛൻ വിശപ്പ് സഹിക്കുകയില്ലെന്ന് മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാലോ. അഖില് ചെറിയച്ഛൻ ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നല്ല ഐഡിയാസ് വരില്ലല്ലോ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാറുള്ള സുമംഗലി അമ്മുമ്മ നേരം വെളുത്തിട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഭാവന വല്യമ്മയ്ക്കും അച്ഛനും വിശപ്പ് സഹിക്കാൻ പറ്റും, എനിക്ക് പോലും സഹിക്കാൻ പറ്റില്ല. പാവം അനുവും കീർത്തിയും വിശപ്പ് സഹിക്കില്ല മുത്തശ്ശി. അവരും വിശന്നിരിക്കുവാ. അത് മാത്രമല്ല, കാർത്തിക ചെറിയമ്മയുടെയും അമ്മയുടെയും വയറ്റില് കുഞ്ഞുവാവ ഉള്ളതല്ലേ. അവരെന്നെക്കാളും ചെറിയവരല്ലേ. അവർക്ക് ചിലപ്പോ വിശപ്പ് എന്താണെന്ന് പോലും അറിയില്ലായിരിക്കുമല്ലോ. ചെറിയമ്മയും അമ്മയും എന്തെങ്കിലും കഴിച്ചാലല്ലേ വയറ്റിലുള്ള കുഞ്ഞുവാവ സ്ട്രോങ് ആയിട്ടിരിക്കൂ. പാവം, അവരിങ്ങനെ വിശന്നിരിക്കാൻ വിടുന്നത് നല്ലതല്ലല്ലോ മുത്തശ്ശി. പുറത്തു നടക്കുന്ന പ്രശ്നങ്ങളൊന്നും വയറ്റിലുള്ള കുഞ്ഞുവാവകൾക്ക് അറിയില്ലല്ലോ മുത്തശ്ശി. എന്താ ഇതുവരെ നമുക്ക് ഭക്ഷണം കിട്ടാത്തെന്ന് ഓർത്ത് അവരെ വിഷമിക്കായിരിക്കില്ലേ? പ്ലീസ് മുത്തശ്ശി, അവർക്ക് വേണ്ടിയെങ്കിലും വന്ന് ഭക്ഷണം കഴിക്ക്. അവരിതുവരെ ജനിക്കാത്തത് കൊണ്ടും അവർക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മുത്തശ്ശിയോട് റിക്വസ്റ്റ് ചെയ്യുക മുത്തശ്ശി. ശരി, ഞാൻ വരാം. താങ്ക് യു മുത്തശ്ശി, താങ്ക് യു. വാ. ബ്രഹ്മദേവ ഇറങ്ങി വന്നാലും അമ്മ വരില്ലെന്നല്ലേ പറഞ്ഞത്? ഉണ്ണി കൊണ്ടുവരുന്നത് കണ്ടോ? അവരെ ചെറിയ കുട്ടിയായിട്ട് കാണണ്ടടി, ചെകുത്താനാ.
എന്താ ജയന്തി, ഇത്ര വേഗം എഴുന്നേറ്റോ? എനിക്ക് വയറ് നിറഞ്ഞേട്ടാ. വളരെ താങ്ക്സ് ഉണ്ണി, നിന്റെ മുത്തശ്ശിയെ കഴിക്കാൻ കൊണ്ടുവന്നതിന്. മോളെ വസു, ഇനി നീ ഒരുപാടൊന്നും വിഷമിക്കണ്ട കേട്ടോ. അമ്മയുടെ ദേഷ്യം പതുക്കെ പതുക്കെ കുറഞ്ഞോളും. 2 ദിവസം കഴിയുമ്പോൾ നിന്റെ അമ്മായിയമ്മ മാറിക്കോളും. നീ സന്തോഷമായിട്ടിരിക്കുക. അമ്മയുടെ കാര്യം ആലോചിച്ച വസു ഇങ്ങനെ വിഷമിക്കുന്നേ. ഇനി താൻ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. റിലാക്സ് ആയിട്ടിരിക്കുക. നാളെ ഒരു തവണ അമ്മയോട് സംസാരിച്ച് ഞാൻ സമാധാനിപ്പിച്ചോളാം. എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞു. എന്താ ആന്റി ഒന്നും നടക്കാത്തത്? അമ്മ കൂളായിട്ട് ഇരിക്കുകയാണല്ലോ. നിനക്ക് അങ്ങനെയാണോ തോന്നുന്നത്? എന്നാ എനിക്ക് ഏട്ടത്തിയുടെ മുഖം കാണുമ്പോ വേറെയാ തോന്നുന്നേ. വേറെ എന്തെന്ന് വെച്ചാ? നിന്റെ അമ്മായിയെ ഞാൻ നല്ലോണം ശ്രദ്ധിച്ചു. അവരുടെ മനസ്സില് എന്തോ ഒരു വലിയ പ്ലാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആരെന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടാതെ ഭക്ഷണവും കഴിച്ച് അവിടെ എഴുന്നേറ്റ് പോയത്. അപ്പോ നാളെ അമ്മ എന്തെങ്കിലും ചെയ്യൂന്നാണോ? അമ്മ എന്നോട് ഇത്ര പെട്ടെന്ന് ക്ഷമിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചേച്ചി. എനിക്ക് ഒരുപാട് സന്തോഷായി. എല്ലാത്തിനും കാരണം ഉണ്ണിയാണ് വസു. ഇന്നലെ രാത്രി ഉണ്ണി അമ്മയുടെ റൂമിൽ പോയി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അമ്മയുടെ മനസ്സ് എത്ര പെട്ടെന്നാ മാറിയത്. ഞാൻ അമ്മയാകുന്നത് അച്ഛന് മാത്രമല്ല, വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടാ ചേച്ചി. അമ്മ എന്നോട് ക്ഷമിച്ച് മനസ്സൊക്കെ മാറിയത് കൊണ്ട് എനിക്കിനി സമാധാനത്തോടെ ഇരിക്കാം. അതെ വസു, ഇനി ടെൻഷൻ അടിക്കണ്ട. സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാം. പോയി അമ്മയ്ക്ക് നിന്റെ കൈ കൊണ്ട് കോഫി കൊടുക്ക്. ഞാൻ അമ്മയുടെ റൂമിലേക്ക് വരുമായിരുന്നു. ഇതാ അമ്മ കോഫി. നിന്റെ കയ്യിൽ നിന്ന് പൊച്ച വെള്ളം പോലും വേണ്ട. അമ്മേ, ഇനി ഈ വീട്ടിലെ കാറ്റ് പോലും ശ്വസിക്കേണ്ടെന്നാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വീട് വിട്ട് ഞാൻ എവിടേക്കെങ്കിലും പോവുകയാണ്. അമ്മ എന്തായി പറയുന്നേ? അമ്മ ഈ വീട് വിട്ട് പോവുകയാണെന്നോ? എന്റെ വാക്കിന് വിലയില്ലാത്ത സ്ഥലത്ത്, എന്നെ ബഹുമാനിക്കാത്തവരുടെ ഇടയില്, എനിക്ക് അധികാരം ഇല്ലാത്ത ഈ വീട്ടില് എനിക്ക് നിൽക്കാൻ കഴിയില്ല. എന്നോട് സ്നേഹമില്ലാത്ത മനുഷ്യർക്കിടയിൽ എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ ഇവിടുന്ന് പോവാ. ഞാൻ അമ്മ ഇവിടുന്ന് പോവാൻ സമ്മതിക്കില്ല. എന്നെ തടയാനുള്ള അധികാരം നിനക്കില്ല. എനിക്ക് അമ്മയോട് കെഞ്ചി ചോദിക്കാനുള്ള അധികാരമുണ്ടല്ലോ. അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മ എന്തിനാ ഇറങ്ങി പോകുന്നേ? അമ്മയെ ആരും ബഹുമാനിക്കുന്നില്ല എന്നും ഇവിടെ ആരും അമ്മയുടെ വാക്ക് കേൾക്കുന്നില്ല എന്നും അമ്മയെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ എന്തിനാവശ്യമില്ലാതെ ചിന്തിക്കുന്നേ? നീ കാരണമാ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. എന്റെ വാക്ക് ധിക്കരിച്ച് നീ അമ്മയാകാൻ പോവാ. എന്റെ മകൻ അബി എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചു. അവസാനം എന്റെ ഭർത്താവ് പോലും നിനക്കാ സപ്പോർട്ട് ചെയ്യുന്നേ. ആരും എന്റെ വാക്ക് കേൾക്കുന്നില്ല. ഈ വീട്ടിൽ നിങ്ങൾ എല്ലാവരും ഒരു ഭാഗത്തും ഞാൻ മറുഭാഗത്തും ആയി പോയി. ഞാൻ ഒറ്റപ്പെട്ടിരിക്കുക. അങ്ങനെയുള്ളപ്പോ ഞാൻ ഈ വീട്ടിൽ ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിലും എന്താ കുഴപ്പം? അങ്ങനെയല്ല അമ്മ. അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക.
അമ്മയെ ഇവിടുന്ന് പുറത്താക്കണമെന്നുള്ള ആഗ്രഹമോ ചിന്തയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലമ്മേ. അനുവും കീർത്തിയും ഉണ്ണിയും 3 പേര് എന്റെ മക്കളായിട്ട് തന്നെ കാണുന്നേ. അമ്മ പറയുന്നതിന് മുന്നേ ഞങ്ങൾക്ക് കുട്ടികളെ വേണ്ടെന്ന് തീരുമാനിച്ചിരുന്നതാ. നമ്മുടെ 3 മക്കളെ മതിയെന്ന് വിചാരിച്ചതാ. പക്ഷെ പ്രതീക്ഷിക്കാതെ ഇതൊക്കെ സംഭവിച്ചു പോയത്. അമ്മയെ വേദനപ്പെടുത്തണമെന്ന് ഞാനോ ഏട്ടനോ മനസ്സുകൊണ്ട് പോലും വിചാരിച്ചില്ല. ഏട്ടനെ കൊണ്ട് സത്യം ചെയ്താ പറയുന്നേ, അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കണമെന്നൊരു ഉദ്ദേശം എനിക്കില്ല. നീ സത്യം പറഞ്ഞിരുന്നാലും കള്ളം പറഞ്ഞിരുന്നാലും എന്തായിരുന്നാലും ശരി, ഇനി ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല. മര്യാദയ്ക്ക് മാറ്. എന്റെ ജീവൻ പോയാലും ശരി, അമ്മ ഞാൻ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. ഇതുവരെ നീ എന്റെ വാക്ക് കേട്ടിട്ടേ ഇല്ലല്ലോ. ഇപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും പറയുന്നത് കേൾക്ക്. അവസാനമായി ഒരു തവണ ഈ അമ്മായിയമ്മയുടെ അധികാരത്തിന് വില നൽക്. ഇല്ലമ്മേ, അമ്മ എന്നെ എന്ത് വിചാരിച്ചാലും ശരി, ഞാൻ അമ്മയെ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. ഞാൻ അവസാനമായിട്ട് പറയാണ് വസു, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അമ്മയ്ക്ക് ഇവിടുന്ന് പോയേ പറ്റുന്നാണെങ്കിൽ എന്റെ ശവത്തിൽ ചവിട്ടി മാത്രമേ അമ്മയ്ക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂ. വസു! വസു! ഡോക്ടർ പെട്ടെന്ന് നോക്ക്. ഇറ്റ്സ് ആൻ എമർജൻസി. എന്തു പറ്റി? കാല് വഴുതി സ്റ്റെയർ കേസിന്റെ മുകളിൽ താഴെ വീണതാ. ഇവളിപ്പോ പ്രഗ്നന്റാ. വീണതിന് ശേഷം ഇതുവരെ കണ്ണുറന്ന് സംസാരിച്ചിട്ടില്ല. പ്ലീസ് വേഗം ഒന്ന് നോക്കണം. എന്റെ അമ്മയെ രക്ഷിക്ക് ഡോക്ടർ. ഉണ്ണി, ഡോണ്ട് വറി ഉണ്ണി. ഡോക്ടർ പ്ലീസ് പെട്ടെന്ന് നോക്ക്. നേഴ്സ് പെട്ടെന്ന് കൊണ്ടുവരൂ.
ഡോക്ടർ ഇപ്പൊ അവളുടെ കണ്ടീഷൻ എങ്ങനെയാ? ഒരു ദിവസം ഒബ്സർവ് ചെയ്യണം, എന്നാലേ എന്തേലും പറയാൻ പറ്റും. അവര് ഇപ്പോഴും അൺകോൺഷ്യസ് ആണ്. അവരെന്തോ വല്ലാതെ ഞെട്ടിയിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്യാം. എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. പൂജാരി അങ്കിൾ, എന്താ മോനെ? എന്റെ അമ്മയുടെ പേര് വസുന്ധര. എന്റെ അമ്മയുടെ വയറ്റില് ഒരു കുഞ്ഞു വാവയുണ്ട്. അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അവർക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ അർച്ചന ചെയ്തു തരുമോ അങ്കിൾ? ചെയ്യാം മോനെ. ഓം ലക്ഷ്മീനാരായണായ നമഃ. ഓം ക്ഷീരോദന്വത്പ്രദേശേ ശുചിമണിവിലസത്സൈകതേ മൗക്തികാനാം മാലാക്ലപ്താസനസ്ഥസ്ഫടികമണിഭൈർമൗക്തികൈർമണ്ഡിതാംഗഃ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരിവിരിച്ചിതൈർമുക്തപീയൂഷവർഷൈഃ. ഈശ്വര, എന്റെ അമ്മയ്ക്കും അനിയനും ഒരു കുഴപ്പവും വരുത്തരുതേ. ഈശ്വരൻ വേണം അവരെ രക്ഷിക്കാൻ. സ്വാമി, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എല്ലാം നന്നായി തന്നെ നടന്നു. സ്വാമി. സന്തോഷം. പൂജാരി അങ്കിൾ, അദ്ദേഹം ആരാ? അദ്ദേഹം വളരെ മഹത്വമുള്ളൊരു സ്വാമിജിയാണ് മോനെ. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരം പറഞ്ഞു തരും. നിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തോട് പറയൂ. സ്വാമി, പറയൂ മകനെ. എനിക്കൊരു പ്രശ്നമുണ്ട്. അങ്ങ് തന്നെ ഒരു പരിഹാരം പറയണം സ്വാമിജി. നമുക്ക് മനസ്സിലായി മകനെ. മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾക്കായി ദൈവത്തെ തേടി നീ വന്നിരിക്കുകയാണല്ലേ? അമ്മയുടെ ജീവൻ യാചിച്ചു വന്നിരിക്കുന്നു. അതെ സ്വാമി.